ഇന്ന് ഞാൻ ക്യാമ്പസിൽ പോയ സമയത്ത് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാറേ ഈ ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് ടഫാണ്, എനിക്കത് കൂട്ടിയിട്ട് കൂടുന്നില്ല, ആകെ 15 ദിവസം ഇനി ബാക്കിയുള്ളൂ, അത് ഞാൻ സ്കിപ്പ് ചെയ്തോടെന്ന് ചോദിച്ചു. ഞാൻ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ഈ നീറ്റ് പോലത്തെ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ് എന്താ, ഈ പറയുന്ന ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാ വർഷവും ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ ചാപ്റ്ററും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്ന ഒരു ബുദ്ധിയല്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ചാപ്റ്റേഴ്സിനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടാറുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ വീക്ക് ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ സമയങ്ങൾ നമുക്ക് ഒരിക്കലും എല്ലാം കൂടി പഠിക്കുന്ന സമയം പോസിബിൾ അല്ല. അതുപോലെ തന്നെ വീക്ക് ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ചാപ്റ്റർ ഞാൻ മിനിമം ഇതെങ്കിലും ഞാൻ ചെയ്തിട്ടേ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പം ആ കുട്ടി ചോദിച്ചു, സാർ എങ്ങനെയാണ് ഞാൻ വീക്ക് ചാപ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ, അതിനെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, വളരെ കോമൺ സെൻസ് ആണ്. ഒരു ചാപ്റ്റർ നിങ്ങളെ മനസ്സിലോട് തെളിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്കത് ടഫാണ് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ വീക്ക് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം കംപ്ലീറ്റ്ലി മാരത്തൺ എക്സാംസും ഫുൾ മോഡൽ എക്സാംസ് എഴുതുന്ന സമയത്ത് കൂടുതൽ എവിടെയാണ് തെറ്റ് വരുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ വീക്ക് ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ എന്താണോ അറിയുന്നത്, നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വീക്ക് ചാപ്റ്റേഴ്സ്. അതിൽ കൂടുതൽ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആകെ 4 സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. ഒന്ന്, നിങ്ങൾ അതിൽ വരുന്ന സോൾവ്ഡ് എക്സാമ്പിൾസും NCERT വരുന്ന ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കണം. രണ്ടാമത് അതിൽ നിന്ന് വരുന്ന ഓൾറെഡി നിങ്ങൾ ചെയ്ത് തന്നെ ഉണ്ടാവും NCERT എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന്, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വലിയൊരു ഫാക്ടറാണ്. ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആൾക്കാരാവും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സോ നിങ്ങൾ എവിടെ കുറിച്ച് വെച്ച കാര്യങ്ങളോ മുന്നത്തെ എക്സാമിൽ തെറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മറിച്ച് നോക്കുക. ഇനി PYQൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അനാലിസിസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. അതായത് ഓരോ വർഷം എടുക്കുന്ന സമയത്ത് നമ്മുടെ നീറ്റിലെ എല്ലാ ടോപ്പിക്സും ഒരു 100 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും 100 ടോപ്പിക്കായി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്സ് എന്നതിൻ്റെ 20% ടോപ്പിക്കിൽ നിന്നാണ് ഓൾമോസ്റ്റ് 80% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ആ പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് പേടിച്ചു പോകേണ്ട കാര്യമില്ല. അതായത് സിംപ്ലി എടുക്കുക, ഒരു 10,000 ടോപ്പിക് നമുക്കുണ്ട്, അതിൽ 2000 ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ PYQ നോക്കണം. ഈ PYQ നോക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ ചാപ്റ്റർ ഏതാണ്, ആ പോർഷൻസ് ഏതാണ്, ആ ടോപ്പിക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ PYQ നോക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക് പാഠഭാഗത്ത് നിന്ന് വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ക്ലിയർ ആക്കുക എന്നുള്ളതാണ് PYQൻ്റെ മെച്ചം. ആൻഡ് ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. അതൊരു ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ക്രൈം. നിങ്ങളൊരു ഇത്രയും വലിയൊരു എക്സാമിന് പോകുന്ന സമയത്ത് കുറേ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നിങ്ങളെ കോമ്പറ്റീഷൻ ഔട്ടായി പോകും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ചാപ്റ്റേഴ്സിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പം ഫിസിക്സിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്നാണ്, മോർ ദാൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന പാർട്ടിൽ. അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബയോളജി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടതിൽ ജെനറ്റിക്സ് എന്നും ബയോടെക്നോളജി ഏരിയ എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, PYQ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളും കൂടി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവസാനത്തെ ഈ ഒരു 2 വീക്സ് വളരെ വേർത്തായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒറ്റ ചാപ്റ്ററും സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു ഇംപ്രഷനിലോട്ട് പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും അത്യാവശ്യം നന്നായി അറിയുന്നുണ്ടാവും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്രയും കാലത്തെ വർക്ക് ഓൾറെഡി അവിടെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കാണാതിരിക്കില്ല. ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നത് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. വൺസ് അഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും ഒറ്റ പോർഷൻസ് പോലും ഒറ്റ ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.